നമസ്കാരം. വളച്ചു ചുറ്റില്ലാതെ ഒരു കാര്യം പറയാം. റിങ്കു സിംഗ് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടാണ്. ലിവർ ക്യാൻസർ ആണ് അച്ഛന്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിങ്കുവിന് പെട്ടെന്നൊരു വീട്ടിൽ നിന്നൊരു കോൾ വരുന്നു. റിങ്കു സിംഗ് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. സിംബാബ്വെക്കെതിരെ നാളെ നടക്കാൻ പോകുന്ന ചെന്നൈയിലെ മത്സരത്തിൽ റിങ്കു സിംഗ് കളിക്കില്ല എന്നുള്ളതാണ് നിലവിൽ സാഹചര്യപ്രകാരം ഉള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അതായത് റിങ്കു തിരികെ ടീമിലേക്ക് എത്താൻ പോകുന്നില്ല. വളച്ചു ചുറ്റലിൽ ഒന്നുമില്ലാതെ തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തള്ളി നീക്കാൻ വേണ്ടിയിട്ട് പറയാമെന്ന് വിചാരിക്കരുത്. റിങ്കു സിംഗ് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. റിങ്കു ഇപ്പോൾ ടീമിനൊപ്പമില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രാക്ടീസ് സെഷനിലും റിങ്കു പങ്കെടുത്തിട്ടില്ല. പ്രാക്ടീസുകളിലൊന്നും റിങ്കു വരുന്നില്ല. അപ്പോഴാണ് പ്രാക്ടീസ് നെറ്റുകളിൽ ഒരു മനുഷ്യൻ കിടന്ന് അടിയോടടി അടിക്കുന്നത്. അത് മറ്റാരുമല്ല, സഞ്ജു സാംസൺ ആണ്. സഞ്ജു ടീമിലേക്ക് വരാനുള്ളൊരു സാധ്യത റിങ്കു സിംഗിന്റെ മാറ്റത്തോടുകൂടി സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, അപ്പം സഞ്ജുവിനെ എവിടെ ഇറക്കും? റിങ്കു സിംഗ് 8ലാണ് ഇറങ്ങുന്നത്. അതായത് ബാറ്ററിൽ 8ാം സ്ഥാനത്താണ് റിങ്കു സിംഗ് ഇറങ്ങുന്നത്. അപ്പോൾ സഞ്ജുവിനെ എന്താ 8ൽ ഇറക്കും? ഇല്ല. അവിടെയാണ് ഇന്ത്യൻ ടീമിനകത്ത് ഒരുപാട് പരിഷ്കരണങ്ങൾ നടത്താൻ പോകുന്നത്. നെതർലൻഡ്സിനെതിരായിട്ടുള്ള മത്സരത്തിൽ കളിച്ച അതേ ടീമുമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കുന്നതും ഇന്ത്യക്ക് അവിടെ താളം പിഴയ്ക്കുന്നതും ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറിനും ഇടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഡ്രസ്സിംഗ് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അക്കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനുകളിൽ ആളുകൾ വല്ലാത്തൊരു ഹേറ്റഡ് പ്രകടിപ്പിച്ചിരുന്നു. ഇതൊക്കെ നിങ്ങളോട് ആരാണ് പറയുന്നതെന്നാണ് ചോദിച്ചത്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും അനുസരിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തു പറയുകയും ചെയ്തത്. ഗംഭീറും സൂര്യകുമാർ യാദവ് തമ്മിൽ ഒരു ഹീറ്റഡ് കോൺവെർസേഷൻ ഉണ്ടാകുന്നു. മീറ്റിംഗിലും അതനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അതാണ് കഴിഞ്ഞ ദിവസം സംഭവിക്കുകയും ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ റിങ്കു സിംഗിൻ്റെ അഭാവം സംഭവിക്കുന്നത്. റിങ്കു സിംഗ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും റിങ്കു ടീമിൽ തന്നെ ഉണ്ടായിരുന്നേനെ. കാരണം ഫീൽഡിങ്ങിൽ റിങ്കുവിൻ്റെ പ്രകടനം അത്രമാത്രം മികച്ചതായിരുന്നു. ബാറ്റിങ്ങിൽ നിന്ന് റിങ്കു പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്ന റിങ്കുവിൻ്റെ പെർഫോമൻസ് കിട്ടുന്നില്ല എന്നത് വാസ്തവമാണ്. ഒരു ഫിനിഷറിൻ്റെ റോള് റിങ്കുവിന് ഇതുവരെ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ റിങ്കുവിൻ്റെ ഈ അഭാവം സഞ്ജുവിനാണ് വഴി തുറന്നു വെച്ചിരിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും മാറാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും റിങ്കു മാറുന്നതോടുകൂടി സഞ്ജു അകത്തേക്ക് വരുന്നു. ഒന്നാമത്തെ കാര്യം, അടുത്ത മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദർ കളിക്കില്ല. വാഷിംഗ്ടൺ സുന്ദറിന് പകരം വൈസ് ക്യാപ്റ്റനായ അക്സർ പട്ടേൽ ടീമിലേക്ക് ഇടം പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ റിങ്കു സിംഗിന് പകരം എങ്ങനെയാണ് സഞ്ജു സാംസൺ വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, ടോപ്പ് ഓർഡർ ഇന്ത്യക്ക് തിളങ്ങാത്തത് വലിയ തലവേദനയായി മാറുകയാണ്. അഭിഷേക് ശർമ്മ ഡക്കാവുമ്പോൾ ഇഷാൻ കിഷൻ കളിക്കും. ഇഷാൻ കിഷൻ ഡക്കാവുമ്പോഴും അഭിഷേക് ശർമ്മ കളിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോകുന്നു. ഇന്നത്രയായി നിൽക്കുന്ന തിലക് വർമ്മ പരിക്കിന് ശേഷം ഇതുവരെ തിളങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലും നിൽക്കുകയാണ്. അതായത് തിലക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെർഫോമൻസിന്റെ 10% പോലും തിലക് ഇതുവരെ ഇന്ത്യൻ ടീമിന് ഈ വേൾഡ് കപ്പിൽ നൽകിയിട്ടില്ല. സൂര്യകുമാർ യാദവ് തിലക് വർമ്മയെ ബാക്ക് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ പോലും സൂര്യയുടെ ഉള്ളിൽ തന്നെ അറിയാം തിലക്കിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്നുള്ളത്. ഒരുപക്ഷെ തിലക് ഇപ്പോഴും ഫിറ്റ് അല്ല എന്നത് പറയേണ്ടി വരും. ന്യൂസിലൻഡ് സീരീസിൽ തിലക്കിനെ ഇറക്കാണ്ട് T20 ലോകകപ്പിന് വേണ്ടി മാറ്റിവെച്ചതുപോലും തിലക്കിന് കൂടുതൽ പരിക്കുകളില്ലാണ്ട് ലോകകപ്പിലേക്ക് കൊണ്ടെത്തിക്കാനായിരുന്നു. പക്ഷേ അതും ഇതുവരെ ഇന്ത്യക്ക് നല്ല രീതിയിൽ വന്നിട്ടില്ല. എതിരാളികൾക്ക് നല്ല രീതിയിൽ വന്നിട്ടുമുണ്ട് താനും. കാരണം ഇന്ത്യൻ ടീമിൽ നിന്നും തിലക് വർമ്മയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുമുള്ള ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല എന്നതും പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ ദെയർ ആർ ഗോണ ബി ചേഞ്ചസ്. ഒരുപക്ഷെ സൂര്യകുമാർ യാദവ് താഴെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ടോപ്പ് ഓർഡറിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഇറങ്ങിയാലും അത്ഭുതപ്പെടരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ ബാറ്റിംഗ് ഓർഡറോ ടോപ്പ് ഓർഡറോ ഇന്ത്യൻ ടീമിൽ നിന്നോ ഇന്ത്യൻ ടീമിൻ്റെ വൃത്തങ്ങളിൽ നിന്നോ വന്നിട്ടുള്ള കാര്യമല്ല. എന്നാൽ റിങ്കു സിംഗ് മാറി നിൽക്കുന്നതോടുകൂടി ഇന്ത്യൻ ടീമിൽ ഷഫ്ലിംഗ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ബാറ്റിംഗ് ഓർഡർ അല്ലാണ്ട് കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ചില ചേഞ്ചസ് ഇന്ത്യൻ ടീമിൽ നിന്നും വരുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്ന ഈ ബാറ്റിംഗ് ഓർഡറിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത് ഇന്ത്യൻ ടീമിൽ നിന്നും ഒഫീഷ്യലായി കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ല എന്നത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. സഞ്ജു സാംസൺ ടീമിലേക്ക് വരികയാണെങ്കിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പണിംഗിന് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ രവിശാസ്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, സഞ്ജു സാംസൺ ഹാസ് ടു ബി ബാക്ക് ഇൻ ദ സൈഡ്, എന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് കിട്ടുകയുള്ളൂ എന്നത് പറഞ്ഞിരുന്നു. നമീബിയക്കെതിരായ മത്സരത്തിൽ 8 പന്തുകളിൽ നിന്നും 22 റൺസ് അടിച്ച സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയുടെ പാർട്ട്ണർഷിപ്പ് ഈ T20 വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് 25 റൺസ് കടക്കുന്നത്. അതായത് ഇന്ത്യൻ ടീമിൽ ഈ ലോകകപ്പിൽ 25 റൺസിന് കൂടുതൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഒരു വിക്കറ്റിലും ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചിട്ടില്ല. നാണം കെട്ട റെക്കോർഡാണ്, പുറത്തു പറയാൻ പോലും കഴിയാത്ത റെക്കോർഡാണ്. പക്ഷേ വാസ്തവങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം പറയുന്നു. ഇന്ത്യൻ ടീമിൽ ഈ ലോകകപ്പിൽ 25 റൺസിന് മുകളിൽ ഒരു വിക്കറ്റ്
വിക്കറ്റ് പാർട്ട്ണർഷിപ്പും ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിരുന്നത് സഞ്ജു സാംസൺ കളിച്ച നമീബിയക്കെതിരായ മത്സരത്തിലെ ആ ഒരു ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് മാത്രമാണ്. അങ്ങനെ ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ടാണ് ഇന്ത്യക്ക് വേണ്ടത്. അത് നൽകാൻ സഞ്ജു സാംസണ് മാത്രമേ നിലവിൽ ഇന്ത്യൻ ക്യാമ്പിൽ കഴിയുകയുള്ളൂ എന്ന് അറിയുന്ന പശ്ചാത്തലത്തിലാണ് സിംബാബ്വെക്കെതിരെ ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ സഞ്ജുവിന് അവസരം കിട്ടാനുള്ള സാധ്യതകൾ ഏറുന്നത്. മാത്രമല്ല, ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഇപ്പോൾ സഞ്ജു സാംസൺ ഈ IPL ഇറങ്ങാൻ പോവുകയാണ്. സഞ്ജുവിൻ്റെ ഹോം ഗ്രൗണ്ട് MA ചിദംബരം സ്റ്റേഡിയം, ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയമാണ്. അതായത് സഞ്ജു ഇനി കളിക്കാൻ പോകുന്ന ഒട്ടേറെ മത്സരങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടുള്ള ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നത് ചിദംബരം സ്റ്റേഡിയത്തിലായിരിക്കും. അതിനു മുമ്പേ മഞ്ഞ ജേഴ്സിയിൽ കളിക്കുന്നതിന് മുമ്പേ ഇന്ത്യൻ ജേഴ്സിയിൽ ചെന്നൈ സ്റ്റേഡിയത്തിൽ സഞ്ജുവിന് കളിക്കാനുള്ള വാതിലുകൾ തുറക്കപ്പെടുകയാണ് റിങ്കു സിംഗിൻ്റെ ഈ അഭാവത്തോടുകൂടി. ഒരുപക്ഷെ റിങ്കു സിംഗ് ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ആരോഗ്യപരമായ അച്ഛൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നെങ്കിൽ സഞ്ജുവിന് ഈ അവസരം ചിലപ്പോൾ തുറന്നൊന്നും വരില്ല ചിലപ്പോൾ. പക്ഷേ സാഹചര്യങ്ങൾ മാറുന്നു. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചിലപ്പോൾ ഓപ്പണിങ്ങിന് ഇറങ്ങാം. അപ്പം നിങ്ങൾ ചോദിക്കും, ബാക്കിയുള്ള ബാറ്റർമാരെ നിങ്ങൾ എങ്ങനെ പൊസിഷൻ ചെയ്യുമെന്ന്. ഇഷാൻ കിഷൻ ഇന്നറ്റ് 3 ആയാലും ഇന്നറ്റ് 6 ആയാലും പുള്ളി കംഫർട്ടബിളാണ്. അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷനെ ഇന്നറ്റ് 3 ഇറക്കും. കാരണം തിലക് വർമ്മയ്ക്ക് ഇന്നറ്റ് 3 ഇതുവരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ തിലക്കിൻ്റെ ബാറ്റിംഗ് ഓർഡർ മാറ്റിയാൽ ഒരുപക്ഷെ നല്ലൊരു ഫേവറബിൾ റിസൾട്ട് കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇന്ത്യൻ ടീമിന് കിട്ടുന്ന ഒരു അവസരവും കൂടിയായിരിക്കും ഇത്. അതായത് രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ഇഷാൻ കിഷനെ ഇന്നറ്റ് 3 ഇറക്കിയാൽ, കാരണം ഇഷാൻ ഇപ്പോൾ കംഫർട്ടബിൾ ആണ് ഇത് പൊസിഷനിൽ കളിക്കാൻ, അപ്പോൾ തിലക്കിനെ ഒന്ന് ഡ്രാഗ് ഡൗൺ ചെയ്ത് ഇന്നറ്റ് 4 കൊണ്ടുവരാൻ ചിലപ്പോൾ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ഇന്നറ്റ് 5 ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹാർദിക് പാണ്ഡ്യയും ശിവം ദൂബെയും മാറി മാറി വരുന്നു. ഇനിയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം, അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരമായിട്ട് ടീമിലേക്ക് വരുന്നു. അപ്പോൾ അക്സർ പട്ടേൽ വരുന്നു, വരുൺ ചക്രവർത്തി വരുന്നു, ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്. ഇതായിരിക്കാം ഒരു പ്ലേയിങ് 11 ആയിട്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. പലരുടെയും ഫേവറേറ്റ്സ് ആയിട്ടുള്ള പ്ലേയിങ് 11 തന്നെയാണ് ഇത്. റിങ്കു സിംഗിനെ മാറ്റുന്നതോടുകൂടി ഒരു എക്സ്ട്രാ സ്പിന്നറിനെ ആഡ് ചെയ്യുന്നതിനേക്കാളുപരി ഒരു ഓപ്പണറിനെ കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ച് അത് സിംബാബ്വെക്കെതിരെ വർക്കായാൽ വെസ്റ്റ് ഇൻഡീസ് പോലൊരു മാഡേൺ ടീം, അതായത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ടീമിനെ നിങ്ങൾ ഓർക്കണം, ആര് തൊട്ടാലും 6 ആവുന്ന അവസ്ഥയിലാണ്. ഉറപ്പായിട്ടും അവരുടെ ഓപ്പണേഴ്സ് തിളങ്ങുന്നില്ല. ഷായ് ഹോപ്പും ബ്രാൻഡൻ കിങ്ങും വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി തിളങ്ങാതെ നിൽക്കുകയാണ്. പക്ഷേ റുദർഫോർഡ് ആയാലും റോമൻ പവൽ ആയാലും സിമ്രോൺ ഹെഡ്മയർ ആയാലും ജേസൺ ഹോൾഡർ ആയാലും മാഡ് ഫോമിലാണെന്നും പറയാതിരിക്കാൻ കഴിയില്ല. 6 ആവുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം സിംബാബ്വെക്കെതിരെ നമ്മൾ കണ്ടത്. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കണമെങ്കിൽ ബാറ്റിംഗ് ഓർഡർ അത്രയും ശക്തമായിരിക്കണം, പവർ ഹിറ്റേഴ്സും ടീമിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം എന്നതും ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ ഈ ടീമിനെ ഇറക്കി പരീക്ഷിക്കാനുള്ള സാധ്യതകൾ കൂടി കാണുന്നത്. എന്തായാലും റിങ്കു സിംഗ് ടീമിലേക്ക് സിംബാബ്വെ മത്സരത്തിന് മുന്നോടിയായി തിരികെ എത്തില്ല എന്നുള്ളതാണ് നിലവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഉണ്ടെങ്കിൽ പോലും വെസ്റ്റ് ഇൻഡീസിന് മുന്നത്തെ മത്സരത്തിൽ റിങ്കു സിംഗ് വരികയാണെങ്കിൽ റിങ്കുവിന് സ്ഥാനമുണ്ടാകുമോ അതറിയണമെങ്കിൽ സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ ഈ ടീമിനെ ഇറക്കി കളിക്കുമ്പോൾ അതുണ്ടാക്കുന്ന റിസൾട്ട് അനുസരിച്ചിരിക്കും. ഒരു പക്ഷേ ആ ടീമിൽ, അതായത് ഈ ഇറക്കാൻ പോകുന്ന ടീമിൽ സിംബാബ്വെക്കെതിരെ മികച്ച രീതിയിൽ കളിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിലും റിങ്കു ബെഞ്ചിൽ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് സഞ്ജുവിന് ഫേവറബിളായി നിൽക്കുകയാണ് എല്ലാം കൊണ്ടും. ടോപ്പ് ഓർഡർ ഫയർ ചെയ്യുന്നില്ല, അതോടൊപ്പം തന്നെ റിങ്കു സിംഗിൻ്റെ അഭാവം, അങ്ങനെ ഈ 2 കാരണങ്ങൾ കൊണ്ടും സഞ്ജുവിന് ടീമിലേക്ക് ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നെച്ചിലും നല്ലോണം പെർഫോം ചെയ്യുന്നതും സഞ്ജുവിൽ നിന്നും കണ്ടതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സഞ്ജുവിന് ശുക്രൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. നമീബിയയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ T20 ലോകകപ്പ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം. സഞ്ജുവിന് തുടർന്നുള്ള മത്സരങ്ങളും ഇന്ത്യക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് തന്നെ വാതിൽ തുറക്കപ്പെടുന്നു. ഒരു മലയാളി സാന്നിധ്യം വീണ്ടും ഇനി സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ കണ്ടാൽ, അതിൽ സഞ്ജു തിളങ്ങിയാൽ തീർച്ചയായും ഇതേ ബാറ്റിംഗ് ഓർഡറിൽ തന്നെയായിരിക്കാം വെസ്റ്റ് ഇൻഡീസിനെതിരെ പോകാൻ സാധിക്കുക. കാരണം ഇതുവരെ ഈ ബാറ്റിംഗ് ഓർഡർ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഓർഡറിൻ്റെ പ്രശ്നമാണോ അതോ പ്ലെയേഴ്സിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ചിലപ്പോൾ നാളത്തെ മത്സരത്തിൽ നിന്നും വ്യക്തമാകും. അങ്ങനെ ഒരു പ്രോബബിലിറ്റി കളിയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യ കളിക്കേണ്ടി വരും. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ ആയിരിക്കാം ഇന്ത്യ നാളെ കളത്തിലിറങ്ങാൻ പോകുന്നത് എന്നത് വ്യക്തം. എന്തായാലും വാഷിംഗ്ടൺ സുന്ദർ കളിക്കില്ല, കാരണം അക്സർ പട്ടേലിന് ടീമിന് അത്രമാത്രം ആവശ്യമാണെന്നത് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ നിഷ്കരുണം ടീമിൽ നിന്ന് മാറ്റും. പകരം അക്സർ പട്ടേൽ തിരികെ വരും. ആ ചേഞ്ച് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് കുറച്ചുകൂടെ സാധ്യതകൾ തെളിയുന്നു എന്നതാണ് പറയേണ്ടത്. പൂർണ്ണമായും സഞ്ജു ടീമിലേക്ക് ഉറപ്പായും വരും എന്നല്ല, പക്ഷേ there are 90% ചാൻസസ് ഓഫ് സഞ്ജു കമ്മിങ് ബാക്ക് ഇൻ ടു ദ സൈഡ്. അങ്ങനെയാണെങ്കിൽ ബാറ്റിംഗ് ഓർഡറിലും സ്വാഭാവികമായ മാറ്റങ്ങൾ സംഭവിക്കും. അത് ഇന്ത്യക്ക് ഗുണകരമാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.